കോപ്പ് ടോക്സ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഓണവും സഹകരണ മേഖലയും എന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ പൊന്നോണക്കാലത്ത് സഹകരണ പ്രസ്ഥാനം ഓണത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നിങ്ങളോട് സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഹകരണം സമഭാവനയുടെ വിശാല ദർശനമാണ്. ഒരുവൻ എല്ലാവർക്കും, എല്ലാവരും ഒരുവന് എന്നത് സഹകരണത്തിൻ്റെ മന്ത്രമാണ്. ഇതിനെ നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന മാവേലി സങ്കല്പവുമായി ചേർത്ത് വച്ചാൽ വലിയ തോതിൽ യോജിച്ചു പോകാൻ കഴിയുന്ന ദർശനപരമായ ഒരൈക്യം മാവേലി സങ്കല്പവും സഹകരണ പ്രസ്ഥാനവും തമ്മിൽ നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയും. നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന് സ്വന്തമായി സഹകരണ തത്വമുണ്ട്. 7 സഹകരണ തത്വങ്ങളിലെ ഒരു സഹകരണ തത്വം കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്, സാമൂഹ്യ പ്രതിബദ്ധത. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാതെ സഹകരണ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവില്ല. കേരളീയ സമൂഹത്തിൽ, കേരളത്തിൻ്റെ സാമൂഹ്യ വികാസത്തിൽ വലിയ സാമൂഹിക പ്രതിബദ്ധതയുടെ മാനങ്ങളാണ് കേരളത്തിലെ വൈജാത്യത്തിൻ്റെ സഹകരണ പ്രസ്ഥാനം സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് ഏത് രംഗം എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും. ആ അർത്ഥത്തിൽ സഹകരണ മേഖലയും മാവേലി സങ്കല്പത്തിൻ്റെ ഓണക്കാലവും തമ്മിൽ നമുക്ക് ചേർത്ത് വച്ചിട്ടുള്ളൊരു പരിശോധനയാണ് ഈ കോപ്പ് ടോക്സിലൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സഹകരണ പ്രസ്ഥാനം കേവലമായ ഒരു സാമ്പത്തിക പ്രസ്ഥാനം മാത്രമല്ലെന്ന് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ വലിയ സംഭാവനയാണ് സഹകരണ മേഖല നൽകുന്നത്. സംസ്ഥാനത്തിൻ്റെ GDPയിൽ സഹകരണ മേഖല ചെലുത്തുന്ന സ്വാധീനം ഇന്ന് വളരെ വലുതാണ്. സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ 3.5 ലക്ഷം കോടിയുടെ ബിസിനസ് നടക്കുന്നതായിട്ടാണ് കണക്കുകൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ചെറിയ ഒരു സംഖ്യയല്ല. കേരളീയ സമൂഹത്തിൽ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വലിയ സ്വാധീനം ചെലുത്തുന്ന സഹകരണ പ്രസ്ഥാനം സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുടെ വിവിധ മേഖലകളിലേക്ക് കൂടി ചേർത്ത് പോവുകയാണ്. അതിൽ ഏറ്റവും വലിയ ഇടപെടലുകൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. സാമൂഹിക മേഖലയിൽ നടത്തുന്ന ഏറ്റവും വലിയ ഇടപെടലുകളുടെ കാലമാണ് ഓണക്കാലം എന്ന് പറയാൻ നമുക്ക് കഴിയും. പൊതുവിപണിയെയും വിലക്കയറ്റത്തെയും എല്ലാം ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമുക്കറിയാം. കേരളത്തിൽ ഈ ഓണക്കാലം എന്ന് പറയുന്നത് സഹകരണ മേഖലയുടെ ഇടപെടലുകൾ ഇല്ലെങ്കിൽ അത് വലിയ വിലക്കയറ്റത്തിൻ്റെ ഒരു കാലമായിട്ട് മാറും, കരിഞ്ചന്തയുടെ ഒരു കാലമായി മാറും. അവിടെയാണ് സഹകരണ പ്രസ്ഥാനം വലിയ ഇടപെടലുകളുമായി വരുന്നത്. കൺസ്യൂമർ ഫെഡ് ഈ ഓണക്കാലത്ത് 2000 സഹകരണ വിപണികളാണ് സംസ്ഥാനത്തെമ്പാടും തുറന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഓരോ പ്രദേശത്തെയും സഹകരണ സ്ഥാപനങ്ങളാണ് കൺസ്യൂമർ ഫെഡിൻ്റെ ഈ ഓണം ദൗത്യം ഏറ്റെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിരവധിയായ നിത്യോപയോഗ സാധനങ്ങൾ, 13 മുതൽ 15 വരെ ഉള്ള നിത്യോപയോഗ സാധനങ്ങൾ ഉയർന്ന സബ്സിഡി നിരക്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലെ ഒരു കുടുംബത്തിന് 1 എന്നുള്ള നിലയിൽ സഹകരണ സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തി വരികയാണ്. അത് കേരളത്തിലെ പൊതുവിപണിയിൽ ഈ ഓണക്കാലത്ത് ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. അതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കണം സഹകരണ മേഖലയുടെ പച്ചക്കറി വിപണിയിലുള്ള ഇടപെടൽ. നമ്മുടെ സംസ്ഥാനത്തെ പച്ചക്കറി പൊതുവെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നവയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കുറേ പച്ചക്കറിയുടെ കാര്യത്തിലും ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും എല്ലാം നമ്മൾ കുറച്ച് മുന്നേറിയിട്ടുണ്ടെങ്കിലും കേരള സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളാണ്. അവിടെ സംഘങ്ങൾ പച്ചക്കറി വിപണിയിൽ ഇടപെട്ടുകൊണ്ട് പച്ചക്കറി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് ആ മേഖലയും മാറുകയാണ്. അപ്പോൾ സഹകരണ മേഖലയുടെ ഇടപെടലിനെ മാറ്റി നിർത്തിക്കൊണ്ട് സഹകരണ മേഖലയിൽ വലിയ വിലക്കുറവിൻ്റെ സബ്സിഡികളുടെ വലിയ മാർക്കറ്റ് തുറന്നു വയ്ക്കുമ്പോൾ അതിനെ ഭേദിച്ചുകൊണ്ട് തോന്നിയ പോലെ വില കയറ്റം നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് സ്വതന്ത്ര മാർക്കറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നു. ഇതാണ് സഹകരണ മേഖലയുടെ പൊതു ഇടപെടലുകൾ സൃഷ്ടിച്ചിട്ടുള്ള, വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ കേരളീയ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള വലിയ സഹകരണ ഇടപെടലെന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടി വരുന്നു. കേരളത്തിലെ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു സഹകരണ ഉത്സവമാണ്. സംഘങ്ങൾ വലിയ തോതിൽ ഓണച്ചന്തകൾ ആരംഭിക്കുന്നു, ഓണം വിപണികളിൽ ഇടപെടുന്നു. അതിനൊപ്പം തന്നെ വലിയ ഉത്സവകാല തയ്യാറെടുപ്പാണ് സഹകരണ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പല സഹകരണ സ്ഥാപനങ്ങളും
ഈ ഓണക്കാലഘട്ടത്തിൽ ഓണം വായ്പകൾ അല്ലെങ്കിൽ ഉത്സവ വായ്പകൾ, ഫെസ്റ്റിവൽ വായ്പകൾ അനുവദിക്കുന്നതിൽ വലിയ ശ്രദ്ധയാണെന്ന്. ചില സംഘങ്ങൾ 25,000 രൂപ വരെ ആൾജാമ്യത്തിൽ ഫെസ്റ്റിവൽ വായ്പ അനുവദിക്കുകയാണ്. വലിയ നിബന്ധനകളില്ലാതെ വളരെ എളുപ്പത്തിൽ സഹകാരികൾക്ക് കൈപ്പറ്റാൻ കഴിയുന്ന രൂപത്തിൽ പല സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫെസ്റ്റിവൽ വായ്പ കൊടുക്കുന്നു. നിരവധിയായ ആളുകളാണ് ഈ ഫെസ്റ്റിവൽ വായ്പ വാങ്ങാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. പല സാധനങ്ങൾ വാങ്ങാനും, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ, പല സാമഗ്രികൾ വാങ്ങാനും എല്ലാം ഈ ഫെസ്റ്റിവൽ വായ്പ അവർക്ക് ഉപകാരപ്രദമായിട്ട് മാറാണ്. മറ്റൊരു കാര്യം, സഹകരണ മേഖല ഈ ഓണക്കാലത്ത് സംഘടിപ്പിക്കാറുള്ള വലിയ ഗൃഹോപകരണ മേളകൾ, വലിയ വിൽപ്പന ഗ്രൂപ്പുകൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം സഹകരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ സഹകരണ സ്ഥാപനങ്ങളിൽ ഹയർ പർച്ചേസ് വായ്പകളായിട്ട് മാറാണ്. അപ്പോൾ ആൾജാമ്യത്തിൽ തന്നെ വലിയ തോതിൽ സംഘങ്ങളിൽ നിന്ന് ഹയർ പർച്ചേസ് വായ്പ കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ, മലയാളിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ ഓണക്കാലത്ത് അവർക്ക് എല്ലാം പുതിയത് വേണമെന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. പലപ്പോഴും പല ഗൃഹോപകരണങ്ങൾ, TV, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും അവർ വാങ്ങുന്നതിൻ്റെ ഒരു കാലം എന്ന് പറയുന്നത് ഈ ഓണക്കാലമാണ്. സഹകരണ സ്ഥാപനങ്ങളിലെ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ വലിയ കമ്പനികളുടെ ഈ പറയുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം ഹയർ പർച്ചേസ് വ്യവസ്ഥയിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാളിയുടെ ഓണം എന്ന് പറയുന്നത് ഹയർ പർച്ചേസിൻ്റെയും ഗൃഹോപകരണ വായ്പാ മേളയുടെയും വാങ്ങലുകളുടെയും എല്ലാം വലിയ ഓണമാണ്. ആ ഓണത്തിൽ സഹകരണ മേഖല വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം. സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഈ ഓണക്കാലത്ത് സഹകാരികൾ തൊട്ടറിയുന്ന വേറൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് സഹകരണ സ്ഥാപനങ്ങളിലെ സഹകാരി പെൻഷൻ പദ്ധതിയാണ്. ഇന്ന് കേരളത്തിലെ മിക്കവാറും സഹകരണ സ്ഥാപനങ്ങളിൽ മുതിർന്ന സഹകാരികൾക്ക് പെൻഷൻ നൽകുന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. സീനിയർ സിറ്റിസൺസിന് അവർ മെമ്പർഷിപ്പ് എടുത്ത് നിശ്ചിത കാലയളവ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ പ്രതിമാസമോ അല്ലെങ്കിൽ വർഷമോ പെൻഷനായി അനുവദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അനുവദിക്കുന്ന പെൻഷൻ പല സംഘങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് ഓണം വരുമ്പോൾ ഓണക്കാലത്ത് ഒരുമിച്ച് ഒരു വർഷത്തെ സഹകരണ പെൻഷൻ വിതരണം ചെയ്യുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകൾക്കൊപ്പം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പെൻഷൻ കൂടി അവർക്ക് ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്നുള്ളത് അത് സഹകാരികൾക്ക്, മുതിർന്ന കാരണവന്മാർക്ക് വലിയ സന്തോഷം പകരുന്ന അനുഭവമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓണക്കോടിക്കും ഓണസദ്യക്കും എല്ലാം ഒപ്പം തന്നെ ഒരു ഓണം പെൻഷനും കൂടി സഹകരണ സംഘങ്ങളിൽ നിന്ന് അവരെ തേടിയെത്തുകയാണ്. അക്ഷരാർത്ഥത്തിൽ വാർദ്ധക്യത്തെ ചേർത്ത് പിടിക്കുകയാണ് ഈ സഹകരണ കേരളം. ഈ കാര്യത്തിൽ കേരളത്തിൻ്റെ ഈ സഹകരണ പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് ലോക സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള ആലങ്കാരികതയും ഇല്ലാതെ തന്നെ പറയാൻ കഴിയും. ഇത്തരം പദ്ധതികളൊന്നും കേരളത്തിന് പുറത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ മലയാളിയുടെ ഓണത്തിന് സീനിയർ സിറ്റിസനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എല്ലാ മേഖലയോടും വിലക്കയറ്റത്തിനെതിരെ പൊരുതുന്നു. നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നു. ഗൃഹോപകരണ വിപണിയിൽ ഇടപെടുന്നു. അപ്പോൾ സഹകരണത്തിൻ്റെ മാനം ഓണവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ വല്ലാതെ മാറുകയാണ്. സംസ്ഥാനത്തെ ചെറുതും വലുതുമായ നിരവധി സഹകരണ സ്ഥാപനങ്ങൾ ഓണക്കാലത്ത് ടെക്സ്റ്റൈൽ വിപണിയിൽ ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ചെറിയ തുണിക്കടകൾ, ടെക്സ്റ്റൈൽസ് പല സഹകരണ സ്ഥാപനങ്ങളും ഓണവുമായിട്ട് ബന്ധപ്പെട്ട് തുറക്കാണ്. ഓണം ഒരു ചാകരയാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച്. തുണിത്തരങ്ങൾക്കെല്ലാം വലിയ വിലവർധനവ് ഉണ്ടാവുന്ന കാലമാണ്. അവിടെ സഹകരണ ടെക്സ്റ്റൈൽ ഇടപെടലുകൾ ആളുകൾക്ക് ആശ്വാസമായിട്ട് മാറാണ്. അങ്ങനെ നോക്കുമ്പോൾ സഹകരണ മേഖല ഓണത്തിന് ആശ്വാസം പകരുന്ന ഏത് കാര്യമുണ്ടെങ്കിലും അതിലെല്ലാം സഹകരണത്തിൻ്റെ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തുണി വിപണിയിൽ സഹകരണ മേഖല ഇടപെടുകയാണ്. ഓണക്കോടികൾ സഹകരണ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നിന്ന് മലയാളി സ്വന്തമാക്കുന്ന കാഴ്ചയും ഏറിയും കുറഞ്ഞും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. സഹകരണ സ്ഥാപനങ്ങൾ പലപ്പോഴും ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ വേണ്ടി എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പൊതുനന്മ ഫണ്ടാണ്. ലാഭത്തിൽ നിന്നും നിശ്ചിത തുക അല്ലെങ്കിൽ നിശ്ചിത ശതമാനം തുക ഓരോ വർഷവും പൊതുനന്മ ഫണ്ടിലേക്ക് വകമാറ്റിക്കൊണ്ട് അതാത് സംഘങ്ങൾ അവയുടെ ബൈരോ വ്യവസ്ഥ ഉപയോഗിച്ച് സഹകരണ വകുപ്പിൽ നിന്നും അതിൻ്റെ ഉപനിബന്ധനകളെല്ലാം അംഗീകാരം മേടിച്ച് സമൂഹത്തിനും സഹകാരികൾക്കും വലിയ തോതിൽ സഹായം നൽകാൻ കഴിയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികൾ അവർ ഈ പൊതുനന്മ ഫണ്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഓണക്കാലമാണ്. ഓണത്തിന് പല കാര്യങ്ങളും ചെയ്യണമെന്ന് സംഘം ഭരണസമിതികൾ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ഈ പൊതുനന്മ ഫണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും സുരക്ഷിതമായി അത് വിനിയോഗിക്കാൻ കഴിയും. ബാങ്കിൻ്റെ പബ്ലിക് ഫണ്ട്
ജനറൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്നത് അഭികാമ്യമായ നല്ല മാതൃകയല്ല. ലാഭത്തിൽ നിന്നും മാറ്റിവെച്ച കരുതലുകളായിരിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സുരക്ഷിതമായ മാർഗം. ഇന്ന് സഹകരണ മേഖല അതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. മറ്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് അവയുടെ കോർപ്പറേറ്റ് ഫണ്ടെല്ലാം ചില പ്രത്യേക മേഖലകളിൽ മാത്രമാണ് വിനിയോഗിക്കുന്നതെങ്കിൽ സഹകരണ മേഖലയിലെ ഈ പറയുന്ന പൊതുനന്മ ഫണ്ട് പ്രാദേശിക സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതാത് ഭരണസമിതികൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നു. അത് സമൂഹത്തിലേക്ക് പമ്പ് ചെയ്യുന്നു. പ്രത്യേകിച്ചും ഓണക്കാലത്ത് അതിനെ നല്ല നിലയിൽ ഉപയോഗിച്ച് സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റുകൾ, രോഗികൾക്കുള്ള സഹായങ്ങൾ, ഓണക്കോടികളെല്ലാമായി സഹകരണ സംഘങ്ങൾ ഈ പൊതുനന്മ ഫണ്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹകരണ സ്ഥാപനങ്ങളുടെ വലിയ സാധ്യതയാണ് ഈ പൊതുനന്മ ഫണ്ട് നമുക്ക് തുറന്നു തരുന്നത്. സഹകരണ പ്രസ്ഥാനം ഇന്നൊരു സംഘടിത തൊഴിൽ മേഖലയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. 17,000-ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ, 2 ലക്ഷം കോടിയുടെ നിക്ഷേപം, 2.5 ലക്ഷം കോടിയുടെ നിക്ഷേപം, 1.8 ലക്ഷം കോടിയുടെ വായ്പ ബാക്കി, 1 ലക്ഷത്തിലധികം സഹകരണ ജീവനക്കാർ, 2.5 ലക്ഷത്തിലധികം ഭരണസമിതി അംഗങ്ങളെ എല്ലാം ഉള്ള ഒരു വലിയ മേഖലയാണ് ഇന്ന് സഹകരണ പ്രസ്ഥാനം. ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വാതിലാണ് സഹകരണത്തിലൂടെ തുറന്നിട്ടുള്ളത്. സഹകരണ ജീവനക്കാരെ സംബന്ധിച്ച് ഈ ഓണം സന്തോഷത്തിൻ്റെ ഓണമാണ്. അവർക്ക് 20% വരെ ബോണസ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. മാത്രമല്ല 5,500 രൂപ ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് ഉത്സവബത്ത ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം, നിസ്വാർത്ഥമായി ഈ സഹകരണ പ്രസ്ഥാനത്തെ സേവിക്കുന്ന സംഘം ഭരണസമിതി അംഗങ്ങൾക്ക് 1000 രൂപ ഉത്സവബത്ത കൊടുക്കാനുള്ള ചരിത്രപരമായ തീരുമാനം ഈ സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. അത് സഹകാരികളെ ചേർത്ത് പിടിക്കുന്ന, സഹകരണ മേഖലയ്ക്ക് നിസ്തൂല സേവനം നൽകിയ സഹകാരികൾക്കുള്ള ഒരു ജനാധിപത്യ അംഗീകാരമായി ഈ സംഘം ഭരണസമിതി അംഗങ്ങൾക്കുള്ള ഉത്സവബത്ത മാറുകയാണ്. അത് നല്ലൊരു ചുവടുവയ്പായി ഈ ഓണക്കാലത്ത് നമുക്ക് തീർച്ചയായും വിശേഷിപ്പിക്കാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ മലയാളിയുടെ ഓണാഘോഷങ്ങൾക്ക് സഹകരണത്തിൻ്റെ സുഗന്ധമുണ്ട്. സഹകരണ പ്രസ്ഥാനം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, പൊതു ഇടങ്ങൾ കുറയുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പൊതുവായി കൂടിച്ചേരാൻ കഴിയുന്ന നല്ല മാതൃകകൾ കുറഞ്ഞു വരികയാണ്. ചില കോണുകളിൽ നിന്നെങ്കിലും നമ്മൾ വിഭജനത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു വലിയ സ്വപ്നം കാണുന്ന സങ്കല്പമാണ് സഹകരണത്തിൻ്റേത്. അപ്പോൾ സഹകരണ പ്രസ്ഥാനത്തിന് അതിവിശാലമായ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, കടക്കെണിയിലായ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വർദ്ധമാനമായ കടബാധ്യതയാണ്. ഇപ്പോൾ ഈ സർക്കാർ മാത്രമല്ല, മുൻ സർക്കാർ ഉൾപ്പെടെ ഈ ആശ്വാസ് പോലുള്ള വൺ ടൈം സെറ്റിൽമെൻറ്റ് സ്കീമുകൾ നമ്മുടെ മേഖലയിൽ വലിയ തോതിൽ പ്രയോഗിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ഓണക്കാലത്ത് ആശ്വാസ് പദ്ധതി ഈ സർക്കാർ കാലയളവ് നീട്ടിയിരിക്കുകയാണ്. തീർച്ചയായും സഹകാരികളെ സംബന്ധിച്ചിടത്തോളം ഈ ആശ്വാസ് 2026 പദ്ധതിയുടെ കാലയളവ് നീട്ടുന്നത് അവർക്കേറെ ആശ്വാസമാണ്. ജപ്തി നടപടികളിൽ നിന്ന് മോചനം നേടി ഒരു കുടുംബത്തെ കുരുപിടിപ്പിക്കാൻ, കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ, മനസ്സമാധാനം കിട്ടാൻ ഈ ഓണക്കാലത്ത് തീർച്ചയായും ആശ്വാസ് പദ്ധതിയുടെ കാലയളവ് നീട്ടിയത് മലയാളിക്ക് സഹായകരമാണ്. സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപയുടെ പലിശ ഇളവുകൾ അവയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ ഒരു കാര്യം, കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒരു ക്ലീൻ സ്ലേറ്റ് ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു പുതുക്കിപ്പണിയലിൻ്റെ ഒരു അവസരം കൂടിയായി പല കിട്ടാക്കുറ്റി വായ്പകളെയും തിരിച്ചു പിടിക്കാനും സഹകാരികൾക്ക് ആശ്വാസം പകരാനും കഴിയുന്ന ഒരു മേഖലയായി നമുക്ക് ഈ ആശ്വാസ് പദ്ധതിയെ മാറ്റാൻ കഴിയണം. ഒപ്പം സഹകരണ മേഖല ഈ ഓണത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ സഹകരണ പ്രസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ, അതിൻ്റെ സാമൂഹ്യ ചിന്തയെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. സഹകരണത്തിലൂടെ സമൃദ്ധി എന്നുള്ളത് ഇന്നൊരു ദേശീയ മുദ്രാവാക്യമാണ്. അതിന് സാർവദേശീയ മാനം കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ വലിയ മാറ്റം ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്ന് പറയുന്ന വലിയ സന്ദേശമാണ് ഓണം നൽകുന്നത്. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് നാം പാടാറുള്ളതുപോലെ സമൂഹത്തിൻ്റെ പൊതുവായ ചിന്തകൾക്കും കൂടിച്ചേരലുകൾക്കും വിഭവശേഷിക്കും വളർച്ചയ്ക്കുമായി സഹകരണത്തിൻ്റെ വലിയൊരു ഒത്തുചേരലായി ഈ ഓണക്കാലം മാറട്ടെ. നമുക്ക് സഹകരണ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കാം. മലയാളിയുടെ ഓണം സ്മൃതികളിൽ സഹകരണം കൂടി ചേർത്ത് വയ്ക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും
ഓണാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.